ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കരുതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ ജനാധിപത്യ വിരുദ്ധ നിർദ്ദേശത്തെ ഒറ്റക്കെട്ടായി എതിർക്കണം. രാജ്യത്ത് സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് ഇത് കാരണമാകുമെന്നും 5 വർഷത്തേക്ക് സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അഭിപ്രായപ്പെട്ടു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് സിപിഎം ഉയർത്തുന്ന ആശങ്കകൾ ഈ വിഷയത്തിൽ? അസിത, ഏകീകൃത സിവിൽ കോഡിനും പൗരത്വ നിയമ ഭേദഗതിക്ക് പിന്നാലെ RSSന്റെ മറ്റൊരു അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIM PB ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ അനുവദിക്കരുത്, അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പ്രധാനമായും CPIM ചൂണ്ടിക്കാട്ടുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നിർദ്ദേശമാണ്. ഈ നിർദ്ദേശത്തെ ഒറ്റക്കെട്ടായി എതിർക്കണം. മാത്രമല്ല, രാജ്യത്ത് കേന്ദ്രീകൃതമായ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് ഇത് കാരണമാകുമെന്നും CPIM ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനയിലും മറ്റുമല്ലാതിനെയും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ ഏകദേശം 18ഓളം ഭേദഗതികൾ വേണ്ടിവരും. സ്വാഭാവികമായി അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയിലേക്ക് പോവുകയും പാർലമെന്റിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ഒരു അവകാശം, അത് ഈ അവകാശം കവർന്ന് തുല്യമാവും. പ്രത്യേകിച്ച് ഈ 2026 ശേഷം കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ആ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം വരുമ്പോൾ ആ നിയമസഭയുടെ കാലാവധി വെറും 3 വർഷമായി ചുരുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ 5 വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു നിയമസഭയെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അധികാരം കവർന്ന് തുല്യമാവുമെന്നും ഈ ഒരു PB എത്തത്തിൽ പ്രസ്താവന വഴി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് 100 ദിവസം പിന്നിടുമ്പോൾ, അതായത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം പിന്നീട് 100 ദിവസത്തിനുള്ളിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരവും കവർന്നെടുക്കുന്ന തുല്യമാണ് ഈ ഒരു തീരുമാനമെന്നും PB ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ജനാധിപത്യ വിരുദ്ധമായ ഈ ഒരു ആശയത്തെ RSSന്റെ അജണ്ടയെ ശക്തമായി എതിർക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ PB മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്നൊരു വ്യക്തമാക്കിക്കൊണ്ടാണ് PB ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അസിത, വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.